നിങ്ങളുടെ സ്ഥലം ട്രിവാൻഡ്രത്ത് ഇവിടെ എവിടെയൊക്കെ പോയി? നെക്സ്റ്റ് അടുത്ത് ഞങ്ങൾ പോകുന്നു അനന്തപുരി ബേക്കൽ കോട്ട. ഇപ്പൊ നേരെ വന്നിട്ട് എവിടെ പോയി? മൂകാംബിക പോയിട്ട് വരണ വഴി. എങ്ങനെയുണ്ട് സ്ഥലം അത്? ഈ സ്ഥലം ഓക്കെ ഓക്കെ. നമുക്ക് കാശ്മീർ മാത്രം നല്ല കേട്ടോ കാണാനില്ല, നമ്മൾ കേരളത്തിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ ഇനിയുണ്ട് എന്നുള്ളത് അതിനൊരു ഉദാഹരണം തന്നെയാണ് ഇതൊക്കെ. ഫസ്റ്റ് വ്യൂ പോയിന്റിൽ എത്തിയിട്ടുള്ളൂ, അപ്പോൾ ഇനി എത്ര കാണാനുണ്ട്? 2.5 കിലോമീറ്റർ പോകണം എന്നല്ല പറഞ്ഞത്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, 360 നോക്കുകയാണെങ്കിൽ തന്നെ മലയാണ്, ചുറ്റും മല. എന്ത് മനോഹരമായ കാഴ്ചയാണ്. പിന്നെ താഴത്തൊക്കെ നോക്കി പച്ചപ്പ്, നല്ല പച്ചപ്പ്. ഇത്രയും ചൂട് സമയത്ത് നല്ല പച്ചപ്പായിട്ട് തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. പൊതുവേ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ ഈ ഒരു സമയം ഇപ്പോൾ ഏകദേശം എത്ര മണി, 10-11 മണിയല്ലേ, ഇപ്പോഴും ചൂട് കുറവാണ് കേട്ടോ, തണുപ്പുള്ളൊരു ഏരിയ തന്നെയാണ്. മനോഹരമായ കാഴ്ചകൾ തേടിയുള്ള ഞങ്ങളുടെ യാത്ര ഉത്തര കേരളത്തിലെ ഊട്ടിയിലേക്കാണ് കേട്ടോ. പലരും യാത്ര ചെയ്ത സ്ഥലങ്ങളായിരിക്കും, പക്ഷെ ഒരുപാട് ആളുകൾ ഇപ്പോഴും അറിയാത്തവരുണ്ടാവും. യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ടാവും. നിങ്ങൾക്ക് യാത്രകൾക്ക് പല സ്ഥലങ്ങൾ തേടുന്നവരുണ്ടാവും. അവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. അതല്ല, നിങ്ങൾക്ക് സ്ഥലങ്ങൾ കാണാൻ ആഗ്രഹമുള്ളവരാണ്, യാത്ര ചെയ്യാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ അത്തരം ആളുകൾക്കും നമ്മുടെ നാട്ടിൽ ഇത്രയും സ്ഥലങ്ങളുണ്ട് എന്നുള്ളതൊക്കെ ഒരു മനസ്സിലാക്കാനോടുള്ള ഒരു വീഡിയോ ആക്കിയാണ് കേട്ടോ ഞാൻ ഈ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ മനോഹരമായ സ്ഥലങ്ങളുണ്ട് എന്നുള്ളത് യാത്ര ചെയ്യുമ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കാസർഗോഡ് ജില്ലയിലെ റാണിപുരത്തേക്കാണ് കേട്ടോ. കാസർഗോഡ് ടൗണിൽ നിന്നും 55 കിലോമീറ്ററാണ് കേട്ടോ റാണിപുരത്തേക്കുള്ളത്. ഞങ്ങൾ കാസർഗോഡ് എത്തി. കാസർഗോഡിലെ ചരിത്രപ്രധാനമായ ബേക്കൽ കോട്ടയും ബേക്കൽ ബീച്ചും അതുപോലെ തന്നെ മാലിക് ദിനാർ പള്ളിയും ഞങ്ങൾ അവിടെ നിന്ന് കണ്ടു. മാലിക് ദിനാർ പള്ളി എല്ലാം തന്നെ അവിടുന്ന് ഞങ്ങൾ ഓട്ടോക്കാരോട് ചോദിച്ചപ്പോൾ ഇവിടെ എന്തൊക്കെ കാണാനുണ്ട്, കാസർഗോഡ് എന്തൊക്കെ കാണാനുള്ളതെന്ന് ചോദിച്ചറിഞ്ഞതിന് ശേഷമാണ് മാലിക് ദിനാർ പള്ളി, അതുപോലെ തന്നെ ഉള്ളാൾ, അതുപോലെ തന്നെ ക്ഷേത്രങ്ങളുണ്ട്, അതെല്ലാം നമുക്ക് സെലക്ട് ചെയ്ത് പോകാവുന്നതാണെന്ന് അവർ പറഞ്ഞിരുന്നു കേട്ടോ. പിന്നെ കൂടാതെ ഇവിടെ ഈ ഒരു ഭാഗത്തേക്ക് നമ്മളെ റാണിപുരത്തേക്ക് റിസോർട്ടുകളും കാര്യങ്ങളും കുറവാണെന്നാണ് അവർ പറഞ്ഞിരുന്നത്. പക്ഷേ അതിൽ അവർക്ക് അറിയാത്തത് കൊണ്ടാണോ എന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ യാത്ര ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് റിസോർട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ കണ്ടിട്ടുണ്ട്. കാസർഗോഡേക്ക് യാത്ര ചെയ്യണമെന്ന് മുന്നേ ആഗ്രഹിച്ച കാര്യങ്ങളായിരുന്നു കേട്ടോ. എൻ്റെ ചെറുപ്പത്തിലാണ് ആദ്യമായിട്ട് ഞാൻ കാസർഗോഡ് എത്തുന്നത്. ഇപ്പോൾ നമുക്ക് എത്തേണ്ട ഒരു സ്പോട്ടിൽ എത്തിയിട്ടോ. നമ്മൾ ഷോർട്ടായിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. നമുക്ക് ഇവിടെയാണ് പാർക്ക് ചെയ്യേണ്ടത്. പാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് മുകളിലോട്ട് കയറാം. ഇപ്പോൾ ഞാൻ സൂം ചെയ്ത സ്പോട്ടില്ലേ, അവിടേക്കാണ് നമുക്ക് എത്തേണ്ടത്. നമ്മൾ പോവേണ്ടത് ഈ ഒരു വഴിയാണ് കേട്ടോ. അപ്പോൾ ബോർഡുള്ള ഈ ഒരു ഭാഗത്ത് കൂടെ വളഞ്ഞിട്ട് അങ്ങനെ കയറിയിട്ട് പോകണം അവിടെ എത്താൻ. ഞങ്ങൾക്ക് നടന്ന് പോവേണ്ടത് 2.5 കിലോമീറ്ററാണ്. 2.5 കിലോമീറ്റർ അതിലൂടെ നടന്ന് പോകുമ്പോൾ KSRTC ഒക്കെ ഉണ്ട് ഇവിടെ. KSRTCൻ്റെ ടൈം ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഒരു റിസോർട്ടിൻ്റെ ബോർഡ് കണ്ട് ഇവിടെ പ്രത്യേക പാക്കേജൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ കയറി ചെന്നാൽ ഈ ഒരു വെൽക്കം ബോർഡ് കാണാം. പിന്നീട് ഞാൻ ടിക്കറ്റ് എടുക്കാനായി ചെന്നപ്പോൾ 50 രൂപയാണ് മുതിർന്നവർക്ക്, കുട്ടികൾക്ക് 20 രൂപയാണ് കേട്ടോ. അത് ഗൂഗിൾ പേ ആയി തന്നെ ചെയ്യണം, ക്യാഷ് ആയിട്ടുണ്ടായിട്ട് കാര്യമില്ല കേട്ടോ. ഗൂഗിൾ പേയിൽ അവിടെ നെറ്റ്വർക്ക് ഇല്ല, അതുകൊണ്ട് തന്നെ അവരെ വൈഫൈ കണക്ട് ചെയ്ത് തരും. ഡ്രോണിന് അനുമതി ഇല്ല എന്നുള്ളൊരു കാര്യമാണ് നമുക്കൊരു പരാജയമായി തോന്നിയത്. നല്ല നല്ല വീഡിയോസൊക്കെ എടുക്കാമെന്ന് ഉള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് മൊബൈൽ വെച്ചിട്ട് എടുക്കാം. പിന്നെ ഈ യാത്രയിലും നമ്മുടെ കൂടെ ഉമ്മച്ചി ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഉമ്മച്ചിക്ക് ഇത്രയും 2.5 കിലോമീറ്ററോളം ഇങ്ങനെ കയറാനുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അത് ബുദ്ധിമുട്ടാണെന്നൊക്കെ അവിടെ തന്നെ മനസ്സിലാക്കിയതിന് ശേഷം ഉമ്മച്ചി അവിടെ ഇരിക്കുക, നിങ്ങൾ പോയി വരിക എന്ന് പറഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മൾ പോകുന്നത്. യാത്ര തുടങ്ങാൻ കേട്ടോ. 2.5 കിലോമീറ്റർ നമുക്ക് കയറി പോകാനുണ്ട്. ഇവിടെ അവിടെ നിന്ന് അന്വേഷിച്ചപ്പോൾ നമുക്ക് ആനയൊക്കെ കാണാൻ പറ്റുന്നൊരു സ്ഥലമാണ് കേട്ടോ. അതായത് ഇടുങ്ങിയ വഴിയാണ്. ഇത് കണ്ടില്ലേ, ഇതാണ് അവസ്ഥ. ഇപ്പോൾ നിലവിൽ മഴക്കാറും ഉണ്ട്. നമുക്ക് കയറിയിട്ട് 2.5 കിലോമീറ്റർ കയറാനുള്ളത് കൊണ്ട് തന്നെ ഉമ്മച്ചി ഏതായാലും ബാക്കോട്ട് പോയിന്. ഇങ്ങനെ തന്നെ കുറച്ച് കയറി പോകാൻ കേട്ടോ. 1/2 കിലോമീറ്റർ കഴിഞ്ഞാൽ നമുക്ക് റെസ്റ്റ് എടുക്കാനൊക്കെ സ്ഥലം ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ എത്തിയിട്ടൊന്ന് നോക്കാം നമുക്ക്. 2.5 കിലോമീറ്റർ പോകാനുണ്ടെങ്കിൽ കുറച്ച് നയിപ്പ് തന്നെ ഉണ്ടാവും എന്നുള്ള മനസ്സിലായിട്ടോ. ഈ ഒരു കയറ്റം സ്റ്റെപ്പായിട്ടുള്ള കയറ്റം തന്നെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഊരവേദന ആണോ ഇത്ര ചെറുപ്പത്തിലോ? ഉമ്മച്ചി ഏതായാലും താഴത്ത് നിന്നത് നന്നായി. ഇങ്ങനെ കയറി പോകുന്നത് എൻ്റെ അസിസ്റ്റന്റ്മാർ പോക്കാണ് കേട്ടോ. വെള്ളക്കുപ്പി പോലും പിടിക്കാൻ നിങ്ങൾക്ക് കഴിയൂലല്ലോ, മോശമാണ്. അവിടെ വെള്ളത്തിൽ കാഴ്ചയിൽ എന്നെ വെള്ളം ചോദിക്കരുത് കേട്ടോ. പിന്നെ സംഭവം ഒരു ഇടൊക്കെ മൂടിയാണ്ട് തന്നെ ചെറിയൊരു പേടിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതിനിടയിൽ ആനയും കൂടെ ആന എന്നാ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല. വട്ടൊക്കെ നല്ലോണം ഉണ്ടല്ലേ. വട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യം പൊടിപ്പ് കൊണ്ടുവന്നാൽ മതിയായിരുന്നു. വട്ടന് പോകാനുള്ള ആകെ വഴി പൊടിപ്പ് തന്നെ കേട്ടോ. പിന്നെ കാടിനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക്, അതുപോലെ തന്നെ മരങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക്, വള്ളികൾ ഇഷ്ടപ്പെടുന്നവർക്ക് പല പല നമ്മൾ കേൾക്കാത്ത പേരുകളിൽ കൊടവാരി, അതുപോലെ തന്നെ വെള്ളക്കാശവ്, എന്തൊക്കെ പേരുകളിൽ ഒരുപാട് മരങ്ങൾ ഞാനിവിടെ കണ്ടിട്ടുണ്ടോ. ഇതിൽ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ വീഡിയോ എടുത്തത്. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഒറ്റപ്പെട്ട ഒരു കാട്ടിലൂടെ പോകുന്ന ഒരു ഫീലിങ്സ് ആണ് കേട്ടോ. ഒരു പേടിയും എന്താ പറയുക, ഒരു ശുഷ്കാന്തിയും ആ ഒരു എന്താ പറയുക,
ഒരു ആകാംക്ഷയൊക്കെ പാടെയുള്ള ഒരു ഫീലിങ്സ് നമുക്ക് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇരിക്കാനൊരു സ്ഥലമെത്തി. നമ്മളെ റെസ്റ്റിംഗ് സ്റ്റേഷനിലെത്തി. അതെ, 1/2 കിലോമീറ്റർ പറഞ്ഞിട്ട് റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലം ഉണ്ട് തന്നെ കേട്ടോ. പക്ഷേ അങ്ങനെ റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലത്തെത്തി. പക്ഷെ നമ്മളെല്ലാവരും ടയേർഡായില്ലേ. നീ മുന്നോട്ട് പോവോ? നീ 2 കിലോമീറ്റർ മുന്നോട്ട് പോകണം. അപ്പോൾ ഇപ്പോൾ വന്നതിൻ്റെ 3 ഇരട്ടി. എന്നാലേ നമുക്ക് സ്ഥലം കാണാൻ പറ്റുള്ളൂ. നമുക്ക് റിസ്ക് എടുക്കണം കുറച്ചൊക്കെ. നല്ല വൈബ്. പക്ഷെ ചെറിയൊരു മഴപ്പാറ്റലുണ്ട് കേട്ടോ. മഴ പെയ്തില്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ട്. ഏതായാലും നമ്മൾ പോവാം. റെഡി അല്ലേ? പൈസ കൊടുത്താട്ട് വെറുതെ നടത്തിപ്പിച്ചിട്ട് വട്ടാകെ. ചില വട്ടുകളുണ്ടല്ലോ, അതെന്താ വെച്ചാലോ അതും ഒരു സുഖമാണ്. സുഖം. പാഞ്ഞാലുള്ള സ്റ്റാമിന പോവും, പിന്നെ വല്ലാതെ സ്റ്റാമിന ഉണ്ടാവില്ല കേട്ടോ. ഇറങ്ങാൻ അത്ര വലിയ പാടൊന്നും ഉണ്ടാവില്ല. അത്ര ചെങ്കുത്തായിട്ടല്ലോ. ഇപ്പൊ നമ്മള് കാടൊക്കെ ആസ്വദിക്കുന്നിടയിൽ താഴേക്കൊക്കെ നോക്കി നടക്കണം എന്നുള്ളതായിട്ട് മനസ്സിലായത്. കണ്ടിട്ടില്ലേ, പാമ്പുകളൊക്കെ ഉള്ളൊരു സ്ഥലം തന്നെയാണ്. എന്തായാലും നമ്മൾ മുകളിലോട്ട് കയറിയപ്പോൾ ഏകദേശം ഇതാ ഒരു നല്ല വൈബനെ എത്തിപ്പെട്ടിട്ടുണ്ടല്ലേ. എങ്ങനെയുണ്ട്? മഴയല്ലല്ലോ. അല്ല, അപ്പം അതിനത്ര കയറിയില്ലല്ലോ അപ്പം നമ്മൾ. ഇല്ലല്ലോ, നിലവിൽ ഇഞ്ഞ് കയറാണ്ടെങ്കിലേ ബുദ്ധിമുട്ടുള്ളൂ. ഇതൊക്കെ നല്ല രസമുള്ള സ്ഥലമാണല്ലോ, കിട്ടുന്ന സ്പോട്ടാണല്ലോ. വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ച ഒരു സ്പോട്ടാണിട്ടത്. ഇവിടെ നമ്മൾ കാസർഗോഡ് എത്തിയിട്ട് നമ്മൾ ഈ ഒരു മല കയറുമ്പോൾ പരിചയപ്പെടുന്നത് ട്രിവാൻഡ്രത്തുകാർ. എനിക്കൊരു വല്ലാത്തൊരു ഫീലിങ്സ് ആണ് തോന്നിയത്. കാരണം കാസർഗോഡ്, ട്രിവാൻഡ്രം ഇവരും ഫാമിലിയൊക്കെ ആയിട്ട് തന്നെയാണ് കേട്ടോ യാത്രയ്ക്ക് വന്നിരിക്കുന്നത്. ഒരുപാട് ആളുകൾ മുൻപോട്ടൊക്കെ പോയവരുണ്ടെന്നാണ് മനസ്സിലാക്കിയത്. നമുക്ക് വഴിയിൽ നിന്ന് കാണാം. നിങ്ങൾ അവിടെ പോയോ? ആ വ്യൂ പോയിന്റിൽ 2.5 കിലോമീറ്റർ പോയില്ല? അവിടെ എത്തിയില്ല? അപ്പോൾ ഇപ്പോൾ വരുന്നുള്ളൂ, കയറി വരുന്നുള്ളൂ. ആ ശരി, ഇനി അങ്ങോട്ടാ പോണേ? ഓക്കെ ഓക്കെ. നിങ്ങൾ താഴത്തുനിന്നല്ലേ പോയിരുന്നത്? വേറെ വഴി വന്ന. ഓക്കെ ഓക്കെ. എങ്ങനെയുണ്ട് സ്ഥലം? എങ്ങനെ നിങ്ങളുടെ സ്ഥലം? അതെ, കാസർഗോഡ്. ഇത് കാസർഗോഡ് പെട്ടല്ലേ? ആ ഓക്കെ ഓക്കെ ഓക്കെ. ഞങ്ങൾ കോഴിക്കോട് മുക്കം. ആ, കോഴിക്കോട് വരെ ഒരു ദിവസം. എവിടെ വന്നിട്ട് ഞങ്ങളെ പിന്നെ മുക്കത്തൊക്കെ വന്നിട്ടുണ്ടോ? എന്താ ചെയ്യണേ? പഠിക്കണം. ഇന്ന് വരുന്നില്ല, ഞങ്ങൾ റിട്ടേൺ പോവാ? ഓക്കെ ഓക്കെ ഓക്കെ. ഒന്ന് കണ്ടു നോക്കി, എത്ര മനോഹരമായ സ്ഥലമാണ്. നോക്കി ആകാശം മുട്ടി നിൽക്കുന്ന പോലെ തോന്നുന്ന, വീഡിയോക്കും ഫോട്ടോക്കും ഒക്കെ പറ്റിയ കിടിലനൊരു സ്പോട്ട് തന്നെയാണ് കേട്ടോ. ശരിക്കും ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിൽ വല്ലാത്തൊരു ഫീൽ വന്നു. കാരണം കാസർഗോഡ് ഒന്നും തന്നെ കാണാനില്ല എന്നൊക്കെയാണ് എല്ലാവരും പറഞ്ഞിരുന്നത് കേട്ടോ. ഇതാണെങ്കിൽ കുറച്ചൊരു ഏരിയ അല്ല, ഒരുപാട്. ഞാൻ പറഞ്ഞില്ല, ഇനി ഒരു 2 കിലോമീറ്ററോ എനിക്ക് തോന്നുന്നു അതിലേക്കാണ് കൂടുതൽ തന്നെ പോകാനുണ്ട്. നടന്ന് കുറെ ദൂരമൊക്കെ എത്തി. എന്നാലും കുറെ അട്ടകളും ഇതൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല സൂക്ഷിച്ച് പോയിക്കോളി. ആനകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. എന്നാലും നല്ല രസമാണ് ഈ സ്ഥലം. ഇവിടെ നല്ല വ്യൂ പോയിന്റ് ആട്ടോ. ഫസ്റ്റത്തെ വ്യൂ പോയിന്റ് കണ്ടിട്ടല്ലേ പൂതി തീരാത്തത് കൊണ്ടാണ് 2ാമത്തെ വ്യൂ പോയിന്റിലേക്ക് നമ്മൾ പോകുന്നത്. യാത്രയുടെ കാര്യത്തിൽ ഞങ്ങൾ എല്ലാവരും ഒറ്റ മൈൻഡാണ് കേട്ടോ. ഉപ്പ പിന്നെ ഇതിലൊന്നും ഉൾപ്പെടാത്ത, ഉപ്പക്ക് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഉപ്പ ചെറുപ്പത്തിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്ത ഒരാളാണ്. ഇവിടേക്ക് എന്തായാലും അത്യാവശ്യം നടക്കാനൊക്കെ കഴിവുള്ളവർക്കേ പറ്റുള്ളൂ കേട്ടോ. ഉമ്മച്ചിക്ക് എന്തായാലും ഇങ്ങോട്ടേക്ക് വരാൻ പറ്റിയില്ല. ഈ യാത്രയെ ഞങ്ങൾ പരിചയപ്പെട്ട മറ്റൊരു ടീമാണ് ഇട്ടത്. ഇതുപോലെ ഒരുപാട് ടീമുകളുണ്ട്. ഒരുപാട് പോന്നിട്ടോ. നമ്മൾ പറഞ്ഞ 2.5 കിലോമീറ്റർ ആവാൻ ഇനിയും അവിടെ മുകളിലെത്തണം. അതാണ് നമുക്ക് കണ്ട സ്പോട്ട്. പല വഴികളിലൂടെയാണ് നമ്മൾ ഇവിടേക്ക് എത്തുന്നത്. കണ്ടില്ലേ, ഇപ്പോൾ ഈ സൈഡ് പാറ, അതുപോലെ തന്നെ റബ്ബർ തോട്ടം, അതിൻ്റെ ഇടയിലൂടെയൊക്കെ. കാസർഗോഡ് തന്നെ. അതാണ്ട് കുറച്ച് ആൾക്കാർ അവിടെ ടയേർഡായിരിക്കുന്നു. ഇതുപോലെ കഷ്ടപ്പെട്ടിട്ട് വേണം ഇവിടേക്ക് എത്താൻ. മുഖം പൊത്തുന്ന അയാൻ്റെയും കുഞ്ചുവിൻ്റെ ഒക്കെ ആവേശം ഇതുപോലെ കെട്ടുണ്ട് കേട്ടോ. അവരിതാ ടയേർഡായിന്, ഇനി മുകളിലോട്ട് കയറില്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് കേട്ടോ. കുഞ്ചൂസും അതാ. അപ്പോൾ ഞാൻ പറഞ്ഞാൽ മുകളിലോട്ട് കയറി വരാൻ തന്നെ അതും അവർക്ക് പറ്റൂല. എന്തായാലും കുറച്ച് റെസ്റ്റ് എടുക്കാം കേട്ടോ. റെസ്റ്റ് എടുക്കാൻ ഒരുപാട് ഏരിയകളുണ്ട്, നമ്മൾ കണ്ടില്ല. അതുപോലെ ഇരിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്, പാറകളുണ്ട്. ഇവിടെയൊക്കെ ഇരുന്ന് നമുക്ക് ആസ്വദിച്ചിട്ടൊക്കെ പോവാം. ഞാനിപ്പോൾ നമ്മളെ കക്കാടംപൊയിലൊക്കെ ഇതുപോലെ മലൻ്റെ മുകളിലൊക്കെ, നായടംപൊയിലെ മലൻ്റെ മുകളിലൊക്കെ കയറിയിട്ട് ഇതുപോലെ ഇത്രയും വലിയൊരു ഏരിയ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കയറുന്നത്. ഇതുപോലെ നടന്ന് കയറാനൊക്കെ താല്പര്യമുള്ളവരാണ് തീർച്ചയായും നിങ്ങൾ വന്ന് കാണണം കേട്ടോ. വീഡിയോയിൽ കാണുന്നതിനേക്കാൾ 10 മടങ്ങ് തന്നെ ഭംഗിയുണ്ട് ഇവിടെ കാണാൻ. ഇനിയും ഇതാ മുകളിലോട്ട് ഒരുപാട് കയറി പോരാൻ കേട്ടോ. എൻ്റെ കൂടെയുള്ളവർ ഓരോരുത്തരായി കുറഞ്ഞു വന്ന് ഇനി ഞാനും ക്യാമറമാൻ മാത്രമേ ഉള്ളൂ. അത്രക്കും ഇനിയും കയറാനുണ്ട്. അപ്പം കയറാൻ കഴിയുന്നവരും പറ്റുന്നവർക്കാണെങ്കിൽ അതൊക്കെ കണ്ട് ആസ്വദിക്കാവുന്നതാണ്. പക്ഷേ നമ്മൾ വരുന്ന ഫസ്റ്റ് സ്പോട്ട് മുതൽ നമുക്ക് പിന്നെ ഫുള്ള് കാഴ്ചകളാണ്. അതുകൊണ്ട് വന്നാൽ എന്തായാലും നഷ്ടമാവില്ല.
നമുക്ക് ഈ യാത്രയിലൊന്ന് മനസ്സിലായത് എന്താ വെച്ചാൽ വെള്ളം വേണ്ടത്ര വേണം എന്നാണ് കേട്ടോ. 2 ബോട്ടിൽ വെള്ളമാണ് നമ്മൾ എടുത്തിരുന്നത്. നമ്മളെപ്പോലെ തന്നെ മറ്റു ആളുകളും ഇതുപോലെ ഇവിടെ വന്നവരൊക്കെ വെള്ളത്തിനാണ് ബുദ്ധിമുട്ടിയത്. നമുക്കറിയാം 2.5 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 2.5 കിലോമീറ്റർ പിന്നെ നമ്മൾ സമയം 11-12 മണി ആവാൻ നേരത്താകുമ്പോൾ കുറച്ച് വെയിലായി വന്ന് വലിയൊരു തണുപ്പ് മാറിയ അവസ്ഥയിലാകുമ്പോൾ നമുക്ക് ഇത്രയും കയറി വരുമ്പോൾ നമുക്ക് വെള്ളത്തിന് ധാരാളം ആവശ്യം വരും. അതുകൊണ്ട് തന്നെ വേണ്ടത്ര വെള്ളം സൂക്ഷിച്ചിട്ട് വേണം ഇവിടേക്ക് എത്താൻ. ഈ യാത്ര ഇവിടെ അവസാനിപ്പിച്ച് ഞങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുകയാണ്. ഉമ്മച്ചി അവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്രയും നേരം നമ്മളെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതുകൂടി പരിഗണിച്ച് നമ്മൾ ഇനി മുകളിലോട്ട് കയറാൻ പോകുന്നില്ല. വരുന്ന വൈകിൽ ഇതുപോലെ തന്നെ ഇത് ഈ അത്തിപ്പഴമാണെന്ന് എനിക്ക് തോന്നിയിട്ട് ഒരുപാട് വീണ് കിടക്കുന്നത് കണ്ടിരുന്നു. അത്തിപ്പഴം തന്നെയാണ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത്. പക്ഷേ നമുക്ക് കഴിക്കാൻ പറ്റില്ല, കാരണം അത് വാവലോ ഇപ്പോൾ നിലവിലെ അവസ്ഥയിൽ നിപ്പ പോലെയുള്ളത് കൊണ്ട് തന്നെ നമ്മളത് കഴിക്കാൻ നിന്നില്ല. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു KSRTC ഉണ്ട് ഇങ്ങോട്ട്. അത് കാഞ്ഞങ്ങാട് നിന്നാണ്. കാഞ്ഞങ്ങാട് നിന്ന് രാവിലെ 8 മണിക്ക് പുറപ്പെട്ട് റാണിപുരത്ത് 9:30 എത്തുക. റാണിപുരത്തേക്ക് വരാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ രാവിലെ എത്തുകയാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ KSRTC ആണെങ്കിൽ ഈ രാവിലത്തെ ട്രിപ്പിലേക്ക് വരുന്നതാണ് നല്ലത്. ഉച്ചയ്ക്ക് ശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 മണിക്കാണ്, അത് 4:40 ഇവിടെ എത്തുക. അപ്പോൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല, കാരണം സ്റ്റാർട്ടിങ് ടൈം 8 മണിക്കാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ 3 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യും. ഇതുപോലുള്ള വീഡിയോകൾക്ക് നിങ്ങൾ നമ്മളെ ഫോളോ ചെയ്തൊന്ന് വെക്കുക. ഇതുപോലെ വീഡിയോകളും ഇതുപോലെ എങ്ങനെ എത്തുന്നു ഇത്തരം സ്പോട്ടുകളിലേക്കൊക്കെ അതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ വീഡിയോയിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇനി മറ്റൊരു വീഡിയോയുമായി കാണാം.